إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെന്ന നിലയിൽ പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നതെല്ലാം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമായ സ്വർഗം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ട കുറേ സ്വഭാവ ഗുണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ തീരെ ഇല്ലാതെ പോകുന്ന ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട സൽഗുണങ്ങൾ, അത് നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊഹം എന്ന് പറയുന്നത്. ഇമാം റംലിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഊഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ 4 തരം ഊഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ഹറാമായ ഊഹമാണ്, രണ്ടാമത്തത് മുബാഹ് അനുവദനീയമാണ്, മൂന്നാമത്തത് മൻദൂബ് സുന്നത്തായതുണ്ട്, നാലാമത്തെ വാജിബ് നിർബന്ധമായ ഊഹമുണ്ട്. ഇത് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിർബന്ധമായും ഉണ്ടാകേണ്ട ഊഹമെന്ന് പറയുന്നത് ഏതാണ്? അള്ളാഹുവിനെക്കുറിച്ചുള്ള സൽവിചാരമാണത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വചനം നമുക്ക് കാണാം. ഇന്ന ഹുസ്നൽ ബില്ലാഹി മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്. അള്ളാഹുവിനുള്ള ഏറ്റവും നല്ല ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൽവിചാരമാണ്. ആരാണ് നമുക്ക് കണ്ണുകൾ നൽകിയത്, ശരീരം നൽകിയത്, മനോഹരമായ ജീവിതം നൽകിയത്? റബ്ബാണ്. ആ റബ്ബിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ എന്ന് പറയുന്നത്, നല്ല വിചാരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഇബാദത്താണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോടും സ്വഹാബിമാരോടും പറയുന്ന ചില വസിയത്തുകളുണ്ട്. അതിലൊന്ന്, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടിയല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടിയല്ലാതെ നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റൊരു വചനത്തിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, അന ഇൻദ വന്ന അബ്ദി ബി, ഒരാളോട് ഞാൻ സ്വീകരിക്കുന്ന സമീപനം നല്ല സമീപനമാകണമെങ്കിൽ എന്നെക്കുറിച്ച് അവന്റെ വിചാരം എന്താണോ അതിനനുസരിച്ചായിരിക്കും എന്റെ അവനോടുള്ള സമീപനം. നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നത്, നരകം തീരുമാനിക്കുന്നത് നമ്മുടെ അവസാനം നോക്കിക്കൊണ്ടാണ്. നമ്മുടെ അവസാനം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നല്ല വിചാരത്തെ സ്വീകരിക്കുകയും അതിനനുസൃതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സമ്മാനമായി നമുക്ക് നൽകുകയും ചെയ്യുമെന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളെ നഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ട യൂസുഫിനെ നഷ്ടപ്പെടുന്നു, പ്രിയപ്പെട്ട ബിന്യാമീനിനെ നഷ്ടപ്പെടുന്നു. ഈ 2 മക്കളെയും നഷ്ടപ്പെട്ടപ്പോ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. മകനെ നായ പിടിച്ചതാണ്. മറ്റേ മകനെക്കുറിച്ചും ചോദിച്ചപ്പോ ചില കളവുകൾ അവർക്ക് പറയേണ്ടി വന്നു. ഈ കളവുകൾ മുഴുവനും കേട്ടുകൊണ്ട് 2 മക്കളെയും നഷ്ടപ്പെട്ട വേദനിക്കുന്ന, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്ന ആ പ്രിയപ്പെട്ട പിതാവ് പറയുന്നൊരു വാചകമുണ്ട്. അതൊരു വല്ലാത്ത വാക്കാണ്. സൂറത്ത് യൂസുഫിലെ 83-ാമത്തെ വചനമാണത്. എന്താണ് അതിൽ പറയുന്നത്? ഖാല, ആ വേദനയോടുകൂടി ആ പിതാവ് പറഞ്ഞു, സവ്വലത്തിലക്കും മംഫുസക്കും അംറ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നന്നാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തോന്നിപ്പിച്ചിരിക്കുന്നു, നന്നാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. ഫസ്വബുറുൻ ജമീൽ, നിങ്ങൾ പറയുന്നത് കേട്ട് നിരാശനും നിഷ്ക്രിയനുമാകാനല്ല ഞാൻ നിൽക്കുന്നത്, ക്ഷമിക്കാനല്ലാതെ എനിക്കൊന്നിനും വഴിയില്ല. പക്ഷേ ഞാൻ ക്ഷമിക്കുന്ന ക്ഷമയെന്ന് പറയുന്നത് ഫസ്വബുറുൻ ജമീൽ, മനോഹരമായ ക്ഷമയാണ്. എന്റെ റബ്ബെന്നെ പഠിപ്പിച്ചു എന്ന ക്ഷമയാണത്. ഞാൻ ജനിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് രേഖപ്പെടുത്തിയ, ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് എന്റെ രേഖയിൽ രേഖപ്പെടുത്തിയ എന്റെ പ്രശ്നമാണ്, എന്റെ പ്രയാസമാണ്, എന്റെ പ്രതിബന്ധമാണ്, എന്റെ പരീക്ഷണമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ അവിടെ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ക്ഷമയല്ല, സ്വബുറുൻ ജമീൽ, മനോഹരമായ ക്ഷമ. എന്നിട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നൊരു വാചകമുണ്ട്, ശുഭപ്രതീക്ഷയുടെ വാചകം. യാക്കൂബ് നബി അലൈഹിസ്സലാം പറയാണ്, അസല്ലാഹു അയ്യഅതിയനി ബിഹിം ജമിയ, എന്റെ കിട്ടാനുള്ളവരെ മുഴുവനും എന്റെ റബ്ബ് എനിക്ക് തിരിച്ചു തരുമെന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഇത് പറയാൻ കഴിയുന്നത് ഒരു മുസ്ലിമിന് മാത്രമാണ്. ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുമക്കളെ കണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അത് പറയാൻ കഴിയുന്നത് ഒരു മുസ്ലിമിന് മാത്രമാണ്. ഏത് പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിജീവനത്തിന്റെ കരുത്തു പകരാൻ പരിശുദ്ധ ഖുർആനിനല്ലാതെ, ഈമാനിനല്ലാതെ വേറൊരാൾക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് ഈ ചരിത്രങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാം അവസാനം പറയുന്നു, ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, അവനാണെല്ലാം അറിയുന്നവൻ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, അവൻ സർവജ്ഞനാണ് എന്ന പ്രഖ്യാപനമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ, ഞാനും നിങ്ങളൊക്കെ മുഅ്മിനാണ് എന്നവകാശപ്പെടുന്നവരാണ്. എന്നാൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അഹ്സനല്ലന്ന ബിറബ്ബിഹി, തന്റെ റബ്ബിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനും ഫഅഹ്സനൽ അമല,
എന്നിട്ട് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനുമാണ്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും അവന് റബ്ബിനെ കുറിച്ച് നല്ല വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇനി അടുത്ത വാചകമാണ് നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അത് ഞാനായി പോകുമോ എന്ന പേടി വേണ്ടത്. അടുത്ത വാചകം എന്താണ്? വഇന്നൽ മുനാഫിഖ്, ഒരു കപട വിശ്വാസി എന്ന് പറയുന്നത് തന്റെ റബ്ബിനെ കുറിച്ചുള്ള തെറ്റായ ചിന്തയും വിചാരവും അവന്റെ മനസ്സിലുണ്ടാകും. എന്നിട്ട് നിരാശയും നിഷ്ക്രിയത്വവും ബാധിച്ച് കള്ളിലേക്കും വ്യഭിചാരത്തിലേക്കും സ്വവർഗരതിയിലേക്കും തോന്നിവാസത്തിലേക്കും, നിലവിൽ സമാധാനം കിട്ടാനാണെന്ന് പറഞ്ഞിട്ടാണ് കള്ളുകുടി ആരംഭിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്, വൃത്തികേടുകൾ കാണുന്നത്, വൃത്തികേടുകൾ കേൾക്കുന്നത്. അതാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പടച്ചോനെ കുറിച്ചുള്ള നല്ല വിചാരം ഉണ്ടെങ്കിൽ നല്ലത് ചെയ്യും. പടച്ചോനെ കുറിച്ചുള്ള തെറ്റായ വിചാരാണ് മനസ്സിന്റെ ഉള്ളിലുള്ളതെങ്കിൽ അയാൾക്ക് നല്ലത് ചെയ്യാൻ കഴിയില്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി ഹില്യത്തുൽ ഔലിയ ലിഅബി നഈം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിൽ ശുഭപ്രതീക്ഷയോടുകൂടി, അള്ളാഹുവിൻ നല്ല വിചാരത്തോടുകൂടി, അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിച്ചാൽ മാത്രമാണ് പരലോകത്ത് രക്ഷയുള്ളത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവായ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു യുവാവിനെ അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുന്ന ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുവാവിനെ സന്ദർശിക്കാനെത്തി. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുവാവിന്റെ അടുത്ത് ചേർന്നിരുന്നിട്ട് ആ യുവാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ തജിദുക, എന്താണ് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത്? ഒരാള് രോഗം വന്ന് മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ആ യുവാവ് പ്രവാചകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ്: വല്ലാഹി യാ റസൂലല്ലാഹ്, പടച്ചോനാണ് സത്യം, അള്ളാന്റെ റസൂലെ, ഇന്നീ അർജുല്ലാ, എന്നെ സൃഷ്ടിച്ച എനിക്ക് കാണാനുള്ള കണ്ണ് നൽകിയ, മനോഹരമായ ജീവിതം നൽകിയ, ഈ ആയുസ് നൽകിയ എന്റെ റബ്ബിൽ എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. എന്റെ റബ്ബിൽ എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. രണ്ടാമത്തെ വാചകം എന്താ അറിയോ? വഇന്നി അഖാഫു ദുനൂബി, ഞാൻ ചെയ്തു പോയ തിന്മകളെ കുറിച്ചുള്ള പേടി, ബേജാറ് എന്റെ മനസ്സിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിൻ, ഈ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് ചിന്തകളും ഒരു മനുഷ്യന്റെ മനസ്സിലും ഒരുമിച്ച് കൂടുകയില്ല. ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു, അവൻ ആഗ്രഹിക്കുന്നത്, അവൻ പ്രതീക്ഷിക്കുന്നത് അല്ലാഹ് കൊടുത്തിട്ടല്ലാതെ. രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ? വആമനഹു മിമ്മ യഖാഫ്, അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു നിർഭയത്വം നൽകിയിട്ടുമല്ലാതെ. അപ്പൊ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പടച്ചോനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ് മനസ്സിൽ വേണ്ടത്. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പടച്ചോൻ നമുക്ക് തരാനും നമ്മൾ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ തരാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നിർബന്ധമായ ഊഹമെന്ന് പറയുന്നത്. എന്നാൽ നിഷിദ്ധമായ ഊഹമുണ്ട്. അതേതാണ്? നമുക്കൊക്കെ സുപരിചിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയ്യാകും വല്ലൻ, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഊഹമെന്ന് പറയുന്നത് വർത്തമാനങ്ങളിൽ ഏറ്റവും വ്യാജം നിറഞ്ഞതാണ്. അതാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഭാര്യനെ നമ്മുടെ ഉമ്മനെ തമ്മിൽ തെറ്റിക്കുന്നത്. അതാണ് ജ്യേഷ്ഠനെ അനിയനെയും തമ്മിൽ തെറ്റിക്കുന്നത്. അതാണ് കുടുംബക്കാരെ പരസ്പരം തെറ്റിക്കുന്നത്. അതാണ് സുഹൃത്തുക്കളെ പരസ്പരം തെറ്റിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു ഹുജറാത്തിലെ 16-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ, ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ ഉപേക്ഷിക്കണം. ഇന്ന ബഅദൽ ഇസ്മുൻ, ഊഹത്തിൽ ചിലത് അത് കുറ്റകരമാണ്, അത് കുറ്റകരമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വലാ തജസ്സസു, നിങ്ങൾ ഒരിക്കലും ചാരപ്പണി നടത്തരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങളിൽ ഒരാളും അയാളുടെ അഭാവത്തിൽ
അയാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെ പറ്റി പറയരുത്. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടുമോ അയ്യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുന്നു, അവന്റെ മാംസം തിന്നാൻ നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങളത് വെറുക്കുന്നു. അതിനേക്കാളും ഗൗരവതരമാണ് നിങ്ങളുടെ സഹോദരൻ അവന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് പറയുക എന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗീബത്ത് നമ്മൾ ഒരിക്കലും പറയരുത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹുവെല്ലാം തൗബ ചെയ്ത് മടങ്ങുന്നവന്റെ തൗബയും സ്വീകരിക്കുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്, കരുണാവാരിധിയാണെന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മൾ ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ അതിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അപവാദ പ്രചരണത്തിന്റെ വാർത്ത പ്രചരിച്ച സമയത്ത് ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ആയത്ത്? സൂറത്തുൻ നൂറിലെ ആയത്താണ്. ഈ അപവാദ പ്രചരണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തു? ആ അപവാദ പ്രചരണത്തിന്റെ വാചകങ്ങൾ ചേർത്ത് വെച്ച് അതിൽ ചില കഥകൾ കൂട്ടിച്ചേർത്ത് പലതും പറയാൻ തുടങ്ങി. അപ്പൊ അല്ലാഹ് ആയത്തിറക്കണം. എന്താ ആയത്ത്? ലൗലാ ഇദ് സമിഅ്തുമു, നിങ്ങളത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടായിരുന്നു? നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടായിരുന്നു? എന്ത്? വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത ബിഅൻഫുസിഹിം, മുഅ്മിനുകളും മുഅ്മിനാത്തുകളുമായ ആളുകൾക്ക് തങ്ങളെപ്പറ്റി തന്നെ എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചുകൂടായിരുന്നു? നമ്മുടെ നാലിച്ചു, സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് പരസ്പര സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് പരസ്പര സത്യവിശ്വാസികളാണ്, സഹോദരങ്ങളാണ്. അപ്പൊ തങ്ങളുടെ സഹോദരങ്ങളെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ എന്തുകൊണ്ട് അവരെ പറ്റി ഒരു നല്ലത് വിചാരിച്ചുകൂടായിരുന്നില്ല? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിനെ പറ്റി ഒരു വൃത്തികെട്ട വാർത്ത കേട്ടാൽ, ആ ഓനെപ്പറ്റി അങ്ങനെയൊക്കെ കേട്ടില്ലേ, ഇനി ഏതായാലും ഓനേക്കാളും മേലെ നിൽക്കാൻ പറ്റിയൊരു അവസരമായത്, മുതലാക്കെന്നെ അല്ല. എന്റെ സുഹൃത്തിനെ പറ്റി അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്, പടച്ചോനെ ഒരിക്കലും അതങ്ങനെ ആവരുതേ, ഒരിക്കലും അങ്ങനെ ആയിരിക്കൂല, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതായിരിക്കും എന്നെന്തുകൊണ്ട് വിചാരിച്ചുകൂടാ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എന്താ പ്രിയപ്പെട്ടവരെ അങ്ങനെ വിചാരിച്ചാൽ? എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്യണം, ഹാദാ ഇഫ്കുൻ മുബീൻ, ഇത് വ്യക്തമായ വ്യാജ വാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സ് തുറന്നിട്ട് സത്യവിശ്വാസികളോടാണ് ഞാൻ ചോദിക്കുന്നത്, മുഅ്മിനുകളോടാണ് ചോദിക്കുന്നത്, നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് പറയാൻ പറ്റുമോ നമ്മുടെ കൂട്ടുകാരനെ പറ്റി, നമ്മുടെ കൂട്ടുകാരന്റെ ഭാര്യയെ പറ്റി, അയൽവാസിയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോ ഒരിക്കലും അത് ശരിയല്ല എന്ന് ഈ നാവ് കൊണ്ട് പറയാൻ, അതൊക്കെ വ്യാജ വാർത്തയാണെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേട്ട വാർത്തകളെ മേമ്പൊടി ചേർത്ത് വീണ്ടും വീണ്ടും കഥകൾ ചേർത്തുകൊണ്ട് പറയാനല്ലാതെ അത് ശരിയല്ല, അത് വ്യാജമാണെന്ന് പറയാൻ, അയാളെപ്പറ്റി നല്ലത് വിചാരിക്കാൻ, അവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ എന്തുകൊണ്ടേ നമുക്ക് കഴിയാത്തത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. രണ്ടുപേരും പള്ളിയിലിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നേരത്ത് നബി തങ്ങൾ പറഞ്ഞു, സഫിയ ഞാനും വരാം. സ്വന്തം ഭാര്യ വന്ന സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന സമയത്ത് ഭാര്യനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ആ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യന്റെ കൈ പിടിച്ചിട്ട് പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങി കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോൾ രണ്ടാൾക്കാർ, അൻസാരികളിൽപ്പെട്ട രണ്ടാൾ നടന്നു വരുന്നുണ്ട്. അൻസാരികളിൽപ്പെട്ട രണ്ടാൾ നടന്നു വരുന്നത് എന്ത് ചെയ്തു? ആ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു, ഒരു പെണ്ണിനെയും കണ്ടു. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവർക്കൊരു പരിങ്ങല്, എന്നിട്ട് അവർ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പൊ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വേഗത്തിലൊന്നും നടക്കണ്ട, നിങ്ങൾ മെല്ലെ നടന്നാൽ മതി, ഇതെന്റെ ഭാര്യ സഫിയാണ്. നിങ്ങളുടെ നോക്ക്, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു കളഞ്ഞു. ഉടനെ തന്നെ അവര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്താ നബിയെ പറയുന്നത്? ഞങ്ങൾ നിങ്ങളെ പറ്റി തെറ്റിദ്ധരിക്കേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇന്ന ശൈത്താൻ യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തമോടുന്നുണ്ടോ അവിടൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും.
പിശാചിന്റെ സഞ്ചാരമുണ്ടാകും. വഇന്നി ഖശീത്, മുഹമ്മദ് നബി എന്ന ഞാൻ ഭയപ്പെടുന്നു, അയ്യക്ദിഫ ഫീ ഖുലൂബികുമാ സൂഅൻ, ആ പിശാച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഞങ്ങളെ പറ്റി ഇട്ടേരോ, തെറ്റായൊരു വാർത്ത നിങ്ങളെ മനസ്സിൽ ഇട്ടേരോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ട് പറഞ്ഞതാ ഇതെന്റെ സൊഫിയാണെന്ന്. അവിടെ ആലോചിച്ചു, എത്ര മനോഹരമാണ്. ഒരാൾക്ക് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മളെപ്പറ്റി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതും കൂടെ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഒരാളെപ്പറ്റിയും അങ്ങനെ ഒരു തെറ്റായ വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകരുത്. നല്ലത് മാത്രമേ വിചാരിക്കാവൂ. ഇനി അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും പടച്ചോനും തമ്മിൽ, അല്ലെങ്കിൽ അയാളോട് നേരിട്ട് ചെന്നിട്ട് നിങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, അത് സത്യം അറിയാൻ വേണ്ടി വന്നതാണ്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നു പറയലല്ലാതെ, എന്ന് ചോദിക്കലല്ലാതെ നമ്മൾ കേട്ട വാർത്ത മറ്റൊരാളോട് പറയുന്നത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖി മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നല്ല വിചാരത്തിന്റെ സ്ഥാനത്ത് തെറ്റായ വിചാരം കടന്നു വരാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതിലൊന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിൽ തിന്മകൾ നിറയുകയും ഈമാൻ കുറയുകയും ചെയ്താൽ നല്ലത് വിചാരിക്കേണ്ടതിനു പകരം ചീത്ത വിചാരം കടന്നു വരും. 2, മുൻവിധി, അത് വലിയ പ്രശ്നമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഭർത്താക്കന്മാരാണ്. നമ്മളെ ഭാര്യയിൽ നിന്ന് നമ്മുടെ ഉമ്മനെക്കുറിച്ചുള്ള ചില പരാതികളൊക്കെ കേൾക്കുമ്പോൾ, വാപ്പാനെക്കുറിച്ചുള്ള പരാതി കേൾക്കുമ്പോൾ, ഉമ്മന്റെ അടുത്തുനിന്ന് ഭാര്യനെക്കുറിച്ചുള്ള പരാതി കേൾക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും മുൻവിധി പ്രകാരമാണ് പറയുന്നത്. അത് വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം അസൂയയാണ്. ഒരാളുടെ നേട്ടത്തിൽ, ഒരാളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അയാളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് തെറ്റായ വിചാരങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. വലിയ പ്രശ്നമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അഭിപ്രായ ഭിന്നതകളോടുള്ള ഇടുങ്ങിയ സമീപനം, അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും തെറ്റായ വിചാരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായ വിചാരത്തിലേക്ക് നമ്മുടെ മനസ്സിനെത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനു വേണ്ടി, മനസ്സിൽ നല്ല വിചാരമുണ്ടാകാൻ വേണ്ടി നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. നമുക്കൊക്കെ സുപരിചിതമായ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എന്റെ മനസ്സിൽ തഖ്വ തരണേ, വസക്കിഹ, ആ തഖ്വ കൊണ്ട് നിന്നെ എന്റെ മനസ്സിനെ ശുദ്ധീകരിക്കണേ, വ അൻത ഖൈറു മൻ സക്കാഹ, സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉന്നതൻ നീയാണ്, അൻത വലിയുഹ വ മൗലാഹ, നീയാണ് ഉടമ, ആ ഹൃദയത്തിന്റെ ഉടമ നീയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ ഖൽബിൻ ലാ യഖ്ശ, ഭക്തിയില്ലാത്ത തെറ്റായ ചിന്തകളും വിചാരങ്ങളുമായി കടന്നുപോകുന്ന ഒരു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ നഫ്സിൻ ലാ തശ്ബഅ, അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതേപോലെ തന്നെ വഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല വിചാരത്തിലൂടെ, ഊഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, സന്തോഷവും ആരോഗ്യമുള്ള മനസ്സുമാണ്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായി നമ്മൾ തീരുന്നതാണ്. അതേപോലെ തന്നെ ഇത്
സ്വന്തം ന്യൂനതകളെ തിരിച്ചറിയാനും അത് പരിഹരിക്കാനുമുള്ള മാർഗവുമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന എല്ലാ നന്മകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പടഞ്ഞു വീഴുന്ന മക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനും അതേപോലെ തന്നെ ഖുദ്സിന്റെ മണ്ണിനെ അതിജയിക്കാനുള്ള കരുത്തും വീറും ഇസ്സത്തും ഖുവ്വത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിർഭയത്വമില്ലാത്ത 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 100-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.